14 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. 21 പേർ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ബാക്കിയുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും ഈ 14 മൃതദേഹങ്ങളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. മലയുടെ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മണ്ണ് നീക്കം ചെയ്യാതെ ഇതിനുള്ളിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കഴിയില്ല. അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. മണ്ണിന്റെ ഒരു തോതനുസരിച്ച് വളരെ വലിയ തോതിലാണ് മണ്ണ് വന്ന് അടിഞ്ഞിട്ടുള്ളത്. ഇത് നീക്കുന്നത് വലിയൊരു പ്രയത്നമാണ്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് സംയുക്തമായാണ് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. 6-7 JCBകൾ ഉപയോഗിച്ച് വലിയ ലോറികളിലേക്ക് ഈ മണ്ണെടുത്ത് മാറ്റിയാണ് ആളുകളെ കുടുങ്ങിയ ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത്. രാവിലെ 6:30 ഉണ്ടായ ഈ സംഭവത്തിന് ശേഷം ആദ്യത്തെ ആളെ രക്ഷപ്പെടുത്തുമ്പോഴേക്കും 1-2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പിന്നീട് നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ 14 മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും ആളുകൾ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. കാരണം 5 വീടുകളാണ് ഉരുൾപൊട്ടലിൽ തകർന്നിട്ടുള്ളത്. ഈ 5 വീടുകളും താഴേക്ക് വന്നിട്ടുണ്ട്. ഒരു കടയും ഒലിച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. ഈ 5 വീടുകളിലുള്ളവരിൽ 3 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇവരെയും മെഡിക്കൽ